പണിക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഒരു അണ്ണാൻകുട്ടി ഉണ്ടാ വണ്ടി കയറി കിടക്കണം. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ് സഹിക്കാൻ പറ്റിയില്ല. ഇനി അത് വല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അളി വിളി. അപ്പോൾ അതിട്ട് എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിട്ട് നമ്മളത് എടുക്കാം. പാവട്ടോ, കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു. ചെറിയ കുട്ടിയാണ്. അതിന് കുഴിച്ചിടാൻ വലിയ സ്ഥലമൊന്നും വേണ്ട. നല്ല മഴയും പെയ്യുന്നുണ്ട്. കൊപ്പിലൊരു വടി അന്വേഷിക്കട്ടെ. കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നി. ഇനി കളി വിളി. അണ്ണാൻകുട്ടീനെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അണ്ണാൻകുട്ടീനെയൊക്കെ. അണ്ണാൻ അതേപോലെ അങ്ങനെയുള്ള സാധനത്തിനൊക്കെ. ഞാനിതേപോലെ ഒരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ വീണ് കിടക്കുന്ന സമയത്ത് എന്നെ സഹായിച്ചത് ഏതൊരു നല്ല മനുഷ്യനാണ്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പോയില്ല. ആൾ വിളിച്ചു പോലീസിനെയൊക്കെ പറഞ്ഞിറങ്ങുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കണതന്നെ. നമുക്കൊരു ചാൻസ് ദൈവം തന്നതാണ്. എന്നെ ആരെങ്കിലും വിളിച്ചില്ലെങ്കിൽ വണ്ടി ഇതേപോലെ അരഞ്ഞ് മുറിഞ്ഞ് കയറി വല്ല ലോറിയൊക്കെ വന്ന് അതിൻ്റെ അടിയിൽ പോകേണ്ടതാണ്. എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. പക്ഷേ ജീവനില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ ജീവനുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും രക്ഷപ്പെടുത്തി. തന്നെ ജീവനില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മണ്ണൊക്കെ ഞാൻ മാന്തി അത്യാവശ്യം അതിന് കിടക്കാനുള്ളൊരു ഇത് വേറെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വല്ല കാക്ക എന്തെങ്കിലുമൊക്കെ വന്ന് കൊത്തി ഇതാവും. നല്ല മഴയുണ്ട്. അതാണ് ഇനി മൂപ്പരെടുക്കുക. ഇതാട്ടോ ഈശ്വര ഭഗവാനെ. കണ്ടില്ല, ആരോ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതാണ്. നമ്മളെല്ലാ ജീവനും നമ്മൾ വില വയ്ക്കണം. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളങ്ങനെ ഒഴിവാക്കി പോകാൻ നമുക്ക് തോന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സംഭവം വന്ന ആരും കൊണ്ട് ഞാനത് നമ്മുടെ കൺമുന്നിലൊരു മുള്ളായാലും വന്ന് കിടക്കണമെങ്കിൽ നമ്മളത് നീക്കിയിടുക കണ്ടു കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമില്ല. കഴിഞ്ഞ് ഇനി കൈയൊക്കെ ഒന്ന് കഴുകുക.